ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം ഒരു 4-4:30 ആയിട്ടുണ്ട്. ഞാനപ്പോൾ അടുത്ത ദിവസത്തേക്ക് ദോശയ്ക്കുള്ള മാവ് അരയ്ക്കാൻ ഇട്ടിട്ടുണ്ട്. ഞാനിതുപോലെ അരി ഉഴുന്നും കൂടെ ഒരുമിച്ച് തന്നെ ഇടുന്നു, അല്ലാതെ ഉഴുന്ന് വേറെ അരി സെപ്പറേറ്റ് അങ്ങനെ ഇടാറില്ല. ഞാൻ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് പെർഫെക്റ്റായിട്ട് ദോശ ഇഡ്ഡലി എല്ലാം കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇതിട്ടിരിക്കുന്നത് 1 കപ്പ് അരിക്ക് ഒരു കപ്പ് ഉഴുന്നിന് 3.5 കപ്പ് അരിയായിട്ടിരിക്കുന്നത്. ഉഴുന്ന് നല്ല ഉഴുന്നാണെങ്കിൽ 4 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന് ഇടാറുള്ളൂ. അപ്പോൾ ഈ ഉഴുന്ന് അത്ര ഒരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 കപ്പ് ഉഴുന്നിന് 3.5 കപ്പ് അരി എന്നുള്ള റേഷ്യോയിലിട്ടിരിക്കുന്നത്. എന്നിട്ട് ഞാനിത് ഒരുമിച്ചിട്ട് തന്നെ അരച്ച് ഉപ്പിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് വെക്കും. അടുത്ത ദിവസത്തേക്ക് നന്നായിട്ട് പൊങ്ങുകയും ചെയ്യും. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഇഡ്ഡലിയാണ് കിട്ടുന്നത്. ദോശയാണെങ്കിലും അതുപോലെ തന്നെ നല്ല ദോശ കിട്ടും. അതുപോലെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉലുവയും ചേർക്കും കേട്ടോ. ഈ നമ്മൾ കുതിർത്ത് വെക്കുന്നതിൽ 1 ടീസ്പൂൺ ഉലുവയും ചേർക്കും. പിന്നെ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 കപ്പ് ചോറും ചേർക്കും. ഇപ്പം ചോറ് ചേർത്താണ് കാണിച്ചത്. അപ്പോൾ ചോറും ചേർക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം അരച്ച് ഉപ്പും ഇട്ട് മിക്സ് ചെയ്തങ്ങ് വെക്കും. അപ്പോൾ ഇന്ന് വൈകിട്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ അരി അരച്ച് വെച്ച് എനിക്കിപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ആഴ്ച ഞങ്ങളുടെ ജിമ്മിൽ ഓണം പ്രോഗ്രാമാണ്. അപ്പം നമ്മുടെ അടുത്തൊരു കടയുണ്ട് ചെറുത്. അപ്പോൾ അവിടുന്ന് ഞാനൊരു സെറ്റ് സാരിയും ഒരു ബ്ലൗസും ഒക്കെ വാങ്ങിച്ച് ബ്ലൗസ് അവിടെ തന്നെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഇതോട്ട് ബ്ലൗസെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വന്ന് വാങ്ങണേന്ന് പറഞ്ഞു. അപ്പോൾ ജിമ്മിൽ പോകുന്നതിന് മുന്നേ പോകുന്ന വഴിക്ക് അത് പോയി വാങ്ങി അങ്ങ് ജിമ്മിലോട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് 5:30 ആകുമ്പോൾ ജിമ്മിൽ പോകാൻ ഇറങ്ങാമെന്ന് വെച്ചിരിക്കുന്നു. അപ്പം ഞാനും എൻ്റെ മോളും കൂടാണ് കേട്ടോ എപ്പോഴും ജിമ്മിൽ പോകാറുള്ളത്. ഞങ്ങളാണ് ജിം ബഡീസ്. അതാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു മോട്ടിവേഷൻ ആവുമല്ലോ. പിന്നെ എന്നെ സംബന്ധിച്ചിപ്പം ഞാനങ്ങനെ ആരും കൂടിയില്ലെങ്കിലും ഞാൻ ജിമ്മിൽ പോകും കേട്ടോ. ഞാൻ അതങ്ങനെ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ജിം ഒരിക്കലും മുടക്കാറില്ല. ഞാനത് വളരെ പങ്ക്ച്വലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് എൻ്റെ ജിം വർക്കൗട്ട്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹെൽത്തിനെ എനിക്ക് അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പങ്ക്ച്വാലിറ്റിയിൽ ജിമ്മ് കൊണ്ടുവന്നത്. പക്ഷെ ആ ഒരു പങ്ക്ച്വാലിറ്റി ഒന്നും മക്കൾക്ക് കിട്ടിയിട്ടില്ല. അവരോട് എത്ര പറഞ്ഞാലും അത് ആ പ്രായത്തിൻ്റെ അവരോട് എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവുമല്ലോ. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാൻ ജിമ്മിൽ പോകാനൊക്കെ റെഡിയായി. അപ്പോൾ ഇനി വണ്ടി എടുത്തിനി നേരെ ആദ്യം നമ്മളെ സ്റ്റിച്ച് ചെയ്തെടുത്ത് പോവാണ്. ഡ്രസ്സ് വാങ്ങിച്ചിട്ട് ആ വഴിക്ക് നേരെ തിരിച്ചങ്ങ് ജിമ്മിലും പോവും. അപ്പം ഞങ്ങളുടെ ഇതൊരു ചെറിയൊരു നാട്ടിൻപുറമാണ് കേട്ടോ. അല്ലാതെ ഭയങ്കര വലിയ ടൗണും ബഹളങ്ങളും ഒന്നും ഉള്ളതല്ല. ഇവിടെ ഉള്ളതെല്ലാം ഞങ്ങൾക്ക് ചെറിയ ചെറിയ കടകൾ. അതുകൊണ്ട് നമുക്ക് ജിമ്മിന് ഇറങ്ങി തൊട്ട് താഴെ തന്നെ അവിടെ നമുക്കൊരു പച്ചക്കറി പലചരക്കെല്ലാം കിട്ടുന്ന കടയുണ്ട്. അതും ഈ പറഞ്ഞുകൊണ്ട് പണ്ട് കാലത്ത് നമ്മുടെ ഒരു പലചരക്ക് കടയില്ല, ആ മോഡലുള്ള പലചരക്ക് കടകളാണല്ലോ. വലിയ സൂപ്പർ മാർക്കറ്റുകളും ബഹളങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെയുള്ള ഒരിതിൽ താമസിക്കാനാണ് ഇഷ്ടം. ടൗണിൻ്റെ ബഹളങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ പിന്നെ കിട്ടും കേട്ടോ. നമുക്കിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ വണ്ടിയിലുള്ള യാത്രയുള്ളൂ ഫോറം മാളിലൊക്കെ ചെല്ലാൻ. പക്ഷെ നമ്മളങ്ങനെ പൊതുവെ അങ്ങനെ പോവാറില്ല. വല്ലപ്പോഴും മാസത്തിലൊരിക്കലെങ്ങാനും പോയാലായി. കാരണം എനിക്ക് പറഞ്ഞോട്ട് ഇത്തിരി ഷോപ്പിംഗ് മാനിയൊക്കെ ഞാൻ. അപ്പോൾ എന്തെങ്കിലും കയറി കഴിഞ്ഞോണ്ടല്ലോ നല്ല നല്ല സാധനങ്ങൾ കാണുമ്പോൾ അറിയാതെ ഞാനിങ്ങനെ അങ്ങ് എടുത്തു പോകും. അപ്പം നമ്മുടെ ബഡ്ജറ്റൊക്കെ താളം തെറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതുവേ അങ്ങനെ സൂപ്പർ മാർക്കറ്റുകളിൽ പോവാറില്ല. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ ഓർഡർ കൊടുക്കും. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ വണ്ടി സൈഡിലോട്ടൊന്ന് ഒതുക്കി നിർത്തിയത്, അങ്ങോട്ട് ഇടാൻ സ്ഥലമില്ല. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇറങ്ങി കുറച്ച് തൊട്ട് മുന്നിൽ അപ്പുറത്ത് കാറ് കിടക്കുന്ന സ്ഥലത്താണ് ഈ സ്റ്റിച്ചിങ് സെൻറ്റർ. അപ്പോൾ ഇതാണ് എൻ്റെ ഓണം വെയർ ബ്ലൗസ്. അപ്പോൾ എനിക്ക് ജിമ്മിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി ഇട്ട് നോക്കിയിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം, ഇപ്പോൾ ഇട്ട് നോക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് സാരി. വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്കിത് ഇത്തിരി ടൈറ്റാണ്. എൻ്റെ കൈക്കുഴിയുടെ അവിടെ ഒരു ഇച്ചിരി ടൈറ്റാണ്. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞപ്പം അടുത്ത ദിവസം വന്നിട്ട് വിളിക്കാം, അത് കഴിഞ്ഞ് അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജിമ്മിലേക്ക് കയറുകയാണേ. അപ്പം ഇത് 3ാമത്തെ നിലയിലാണ് ജിം. എപ്പോഴും ഓർക്കും എന്തിനാ ജിമ്മ് ഏറ്റവും മുകളിലത്തെ നിലയിൽ എപ്പോഴും കൊണ്ട് വെക്കുന്നത്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി തന്നെ അവിടെ ചെല്ലുമ്പോൾ അണച്ചൊരു പരുവാകും. അപ്പം ഞങ്ങൾ H2O ജിം എന്നാണ് ഞങ്ങളുടെ ജിമ്മിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ആക്സസ് ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മോളോട് ഞാൻ ഫിംഗർ കൊടുത്ത് തുറന്നോളാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവൾ തുറന്ന് അകത്ത് കയറി. അപ്പോൾ ഞാൻ അകത്തുള്ള വീഡിയോസൊന്നും കയറി ചെയ്യുന്നൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം വേറെ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ അതൊരു പ്രൈവസി ഇഷ്യൂ ആണല്ലോ. പിന്നെ അവിടെ അങ്ങനെ ആരും അങ്ങനെ പൊതുവേ
പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ഈ വലിയ വലിയ സിറ്റികളിലൊക്കെ കാണിക്കുന്ന പോലെ അവിടെ നിന്നിട്ട് ആരും ഷൂട്ട് ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കൊരു മടി. ഞാനും അതുകൊണ്ട് ജസ്റ്റ് കിട്ടിയ കുറച്ച് വീഡിയോ മാത്രം ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ കാണിച്ചാണ് ഞങ്ങളുടെ പലചരക്ക് കട, ഞങ്ങളുടെ സ്വന്തം സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് സാധനവും വാങ്ങിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പം ഒരു ചിക്കൻ സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജിമ്മ് കഴിഞ്ഞ് വന്ന് കഴിയുമ്പം ഒരു പ്രോട്ടീന്. ഈ ജിമ്മിൽ എനിക്കാദ്യം പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നോട്, എനിക്ക് റുമാറ്റോയിഡൊക്കെ ഡയഗ്നോസ് ചെയ്ത ടൈം തൊട്ട് ഹസ്ബൻഡ് എപ്പോഴും എന്നോട് പറയുന്നത്, നീ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുക, യോഗ ചെയ്യുക. അപ്പോഴൊക്കെ ഞാൻ പറയാം, അയ്യോ എൻ്റെ ജോയിൻസിന് പെയിനാ, എനിക്ക് അങ്ങനെ അനങ്ങാൻ പറ്റില്ല, ഇങ്ങനെ അനങ്ങാൻ പറ്റില്ല, അങ്ങനെ ചെയ്താൽ ഞാൻ സ്റ്റക്കായി പോവും. അങ്ങനെ ഞാനിങ്ങനെ ഓരോ റീസൺ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം അന്ന് ഞങ്ങൾ ഒമാനിലായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന്, ഞങ്ങളിപ്പോൾ 3 വർഷമായുള്ള നാട്ടിൽ വന്ന് സെറ്റിലായിട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ട്, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അപ്പോൾ നിനക്ക് ഈ പെയിൻ മാറും. ഞാൻ പറയേ ഇല്ല, നിങ്ങൾക്ക് എൻ്റെ വേദന മനസ്സിലാവാഞ്ഞിട്ട്, നിങ്ങൾക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. ആക്ച്വലി പുള്ളിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാണ് പറയുന്നതല്ലോ, നമുക്കപ്പം കയറത്തില്ല, നല്ല ഒന്നും നായ്ക്ക് പിടിക്കൂലെന്ന് പറയില്ലേ, ആ അവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഈ പെയിൻ കൂടുമ്പോൾ ഞാനിങ്ങനെ ഒത്തിരി പെയിൻ കില്ലേഴ്സ് കഴിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പെയിൻ കില്ലേഴ്സ് കഴിച്ച് എനിക്ക് ലിവറിന് ഒരിത്തിരി പ്രശ്നമായി, ലിവർ ടോക്സിസിറ്റി ആയി. അങ്ങനെ പിന്നെ ഇവിടെ ഹെപ്പറ്റോളജിസ്റ്റിനെ കാണാൻ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം ഡോക്ടർ ഇതോട്ട് ആദ്യം 1 മന്ത് മെഡിസിൻ തന്ന് വീണ്ടും ചെല്ലാൻ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പം കുറവുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ജിമ്മിലൊക്കെ ഒന്ന് പൊക്കൂടെ, എല്ലാ രീതിയിലും നിങ്ങൾക്കത് ഹെൽപ്പാവും. അപ്പം ജിമ്മിൽ പോയി കറക്റ്റായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ചെയ്യുക, ഒരു പേഴ്സണൽ ട്രെയിനറെ വെച്ചാൽ മതി. ഈ റുമാറ്റോളജിയുടെ ഇതിനും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പാവും. അപ്പം ഞാൻ ഡോക്ടറിനോട്, അയ്യോ ഡോക്ടർ RA പേഷ്യൻ്റാണ്, അതൊക്കെ ചെയ്യാവോ? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്ന് പോ വെണ്ണുമ്പിള്ളേ. അങ്ങനെ ചുമ്മാ കേട്ടോ, പോ വെണ്ണുമ്പിള്ളേ എന്നൊന്നും പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഡോക്ടറോട് കൂടെ ആലോചിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ റൊമാറ്റോളജിസ്റ്റിനോട് ചോദിച്ചപ്പം ഡോക്ടറും സെയിം ഇത് തന്നെ പറഞ്ഞു, പോയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക. കാരണം നമുക്ക് മസിൽസ് അല്ലേ വീക്കാവുന്നത്, മസിൽസ് വീക്കാവാതെ നമ്മുടെ മസിൽസ് സ്ട്രോങ് ആകുമ്പോൾ നമ്മുടെ ജോയിൻസിലേക്ക് വലിയ ലോഡ് വരില്ല. അപ്പോൾ അതുകൊണ്ട് ജിമ്മിൽ പോകുന്നത് നല്ലതാണ്. ട്രെയിനറെ വെക്കണം, നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് സ്പെസിഫിക്കായിട്ട് അവരോട് പറയണം എന്ന് പറഞ്ഞു. അപ്പം തിരിച്ച് വീട്ടിൽ വന്നിട്ടും എനിക്കങ്ങ് നാണമായിരുന്നു. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ് ഈ ജിമ്മ്, എന്നിട്ടാണ് ഞാൻ പോവാത്തത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 5 മിനിറ്റേ ഉള്ളൂ നടക്കാൻ ജിമ്മിലോട്ട്. അപ്പം എന്നിട്ടും മടി. അവസാനം എൻ്റെ ആങ്ങളെ അടുത്താണ് താമസിക്കുന്ന, ആങ്ങളയോട് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആങ്ങളെ പറഞ്ഞു, വാ നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ആങ്ങളെ എൻ്റെ മൂത്ത പുത്രനും കൂടാണ് എന്നെ കൊണ്ട് ജിമ്മിൽ ചേർക്കുന്നത്, LKG കൊച്ചിനെ കൊണ്ട് ചേർക്കുന്ന പോലെ. ചേർത്ത് കഴിഞ്ഞ് അടുത്ത ദിവസം, അന്നൊക്കെ ഞാൻ രാവിലെ ആയിരുന്നു പോകുന്നത്, പിള്ളേരെല്ലാം സ്കൂളിൽ വിട്ടിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാനങ്ങ് പോവും, 10 മണി വരെയൊക്കെ ചെയ്യും, തിരിച്ചു വരും, അങ്ങനെ ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം പോയി കഴിഞ്ഞപ്പോൾ ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞു, ഓക്കെ, ഫസ്റ്റ് ഡേ വർക്കൗട്ട് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഡേ ചെയ്തു. സെക്കൻഡ് ഡേ ഓക്കെ, വലിയ പ്രശ്നമില്ല. അപ്പം അങ്ങനെ കുറച്ച് ദിവസം ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, ഇത് വലിയ സംഭവം പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവരൊക്കെ എന്നെ ജഡ്ജ് ചെയ്യും, കാണുമ്പം എന്നെ കാണുമ്പോൾ അങ്ങ് ഒരു ചമ്മൽ. പിന്നെ നമുക്കവിടെ എന്താ പറയുക, ഡ്രസ് കോഡൊക്കെ ഉണ്ടല്ലോ, ടീഷർട്ടും ട്രാക്ക് പാൻറ്റും ഒക്കെ വേണം, എനിക്ക് അതൊക്കെ ഇടാൻ നാണം. അങ്ങനെ 100 പ്രശ്നങ്ങളായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ആരും ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ തോന്നിയത്. അപ്പോൾ ആരും നമ്മളെ ജഡ്ജ് ചെയ്യുന്നില്ല, ഞാനാണ് എന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഞാനൊരു 1.5 വർഷമായി ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസാണ് എൻ്റെ ബോഡിക്ക് വന്നിരിക്കുന്നത്. എൻ്റെ മസിൽസൊക്കെ കുറച്ചുകൂടെ നല്ല സ്ട്രെങ്തനായി. എൻ്റെ ആ റുമാറ്റോയിഡ് അറ്റാക്ക് തന്നെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ്, നമ്മളിലൊരു കോൺഫിഡൻസ്. മറ്റേതെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴാണ് ഒരു പെയിൻ ട്രിഗർ ആവുന്നതെന്ന് അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷൻ കാരണം. പിന്നെ ഇപ്പം ഈ 1.5 വർഷം ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ജിമ്മിൽ ചെന്ന് ആരും ജഡ്ജ് ചെയ്യാനൊന്നും ടൈമില്ല. കാരണം ഈ പൊക്കിയ വെയിറ്റ് ഒരാളുടെ മണ്ടയ്ക്ക് വീഴാതെ, നമ്മുടെ മണ്ടയ്ക്ക് വീഴാതെ, തലകറങ്ങാതെ എങ്ങനെ താഴെ ഇറക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചിന്ത, അല്ലാതെ ഒരു മനുഷ്യനെ പറ്റിയും ജഡ്ജ് ചെയ്യാനുള്ള സമയമില്ലാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് എത്രയോ ആൾക്കാർ വരുന്നു, കാണുമ്പോൾ നമ്മൾ അവരെ കാണും, ചിരിക്കും. പക്ഷേ പിന്നീട് നമുക്കിങ്ങനെ പോയി നിന്ന്, പ്രത്യേകിച്ചും പേഴ്സണൽ ട്രെയിനിങ്ങൂടെ ആയതുകൊണ്ട് പോയി നിന്ന് കത്തിവെപ്പൊന്നും നടക്കുകയല്ല. നമ്മുടെ ട്രെയിനർ നമ്മളെ അതിനൊന്നും വിടൂല, എപ്പോഴും കൂടെ കാണുമല്ലോ. അപ്പം ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ വെയിറ്റൊക്കെ പിടിച്ച് അവിടെ കിടന്ന് തൂങ്ങി ആടുമ്പോഴായിരിക്കും ഓരോരുത്തർ ഓരോന്നായിട്ട് നടക്കുന്നത്. അപ്പോൾ ആ സമയം അവരെന്താണ് ഇതൊന്നും നോക്കാനുള്ള ടൈം നമുക്കില്ല, അല്ലെ അതിനുള്ളൊരു മാനസികാവസ്ഥ നമുക്കില്ല.
അപ്പം എന്നെപ്പോലെ ഇതുകൂട്ട് ജിമ്മിൽ പോകാൻ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, ധൈര്യമായിട്ട് പോക്കും. ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എടുത്ത വെയിറ്റ് എങ്ങനെ താഴെ വീഴാതെ നമ്മുടെ കയ്യിൽ നിന്ന് അത് നിലത്തിറക്കാൻ പറ്റുന്ന ഒരു ചിന്ത മാത്രമേ ജിമ്മിലുള്ളവർക്ക് കാണുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഇതിപ്പം ഈസി ഒരു പറഞ്ഞില്ല ചിക്കൻ സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അടുത്ത ദിവസത്തേക്കുള്ള മീനൊന്ന് മുളക് പുരട്ടി വെക്കുകയാണ്. അപ്പോൾ അതാകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് വറുത്താൽ മതിയല്ലോ. ഇത് ഇവിടെ എറണാകുളം ഭാഗത്ത് ഈ മീനിനെ സിൽക്ക് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ തിരുവല്ല ആ ഭാഗത്ത് ഇത് ഉണ്ണിമേരി എന്നായിരുന്നു പറയുന്നത്. അപ്പോൾ എന്തായാലും അതും ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇപ്പം ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയിട്ട് നല്ലോണം മിക്സ് ചെയ്തങ്ങ് വെക്കും. അതുപോലെ ചിക്കനെ ആണെങ്കിൽ ഞാനിപ്പം സവാളയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം ഫുൾ അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ ബ്രസ്റ്റ് പീസ് ഉണ്ടായിരുന്നു, അതും ഈ പറഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾ, കുരുമുളക്, ഉപ്പ് ഇത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി ഇട്ടിട്ടില്ല. മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടിയും കൂടി ഇടാം. എന്നിട്ട് ലേശ എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് അതിനകത്ത്. ഞാൻ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുന്നത്. അപ്പോൾ കുറച്ചേ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എണ്ണ ഒഴിച്ചൊരു 180 ഡിഗ്രിയിൽ ആദ്യം ഒരു 10 മിനിറ്റ് വെക്കും. എൻ്റെ ഇത് ഫിലിപ്സിൻ്റെ എയർ ഫ്രയറാണ്. ഒരു 10 മിനിറ്റ് വെക്കും. പിന്നെയും അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ വെക്കും. അപ്പോഴത്തേനും എനിക്ക് ഈ ഒരു പാകത്തിനായി കിട്ടുന്നുണ്ട്. നമുക്കിത് ഭയങ്കരമായിട്ട് ഫ്രൈ ആയി വരുമൊന്നും വേണ്ട, ചെറുതായിട്ട് ഈ ഒരു ചെറിയൊരു കളറിൽ വന്നാൽ മതി. അപ്പോൾ ഇത് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെറിയ സ്ട്രൈപ്സ് ആയിട്ടൊക്കെ കട്ട് ചെയ്യാവേ. എനിക്ക് പക്ഷേ അതിനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ 7 മണി കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്ന് എല്ലാം ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞപ്പം ഇതിലേക്ക് തന്നെ ഇട്ടൊന്ന് ചെറുതായിട്ട് ചെറിയ പീസാക്കി ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തുക. പിന്നെ ഇപ്പോൾ എയർ ഫ്രയർ ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടല്ലോ, അത് അടുപ്പത്ത് വെച്ചിട്ട് ലേശ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. വലിയായിട്ട് മൂക്കുണ്ടല്ലോ, നമുക്ക് ചെറിയൊരു മൂപ്പ് മതിയല്ലോ. പിന്നെ അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. കണ്ട് അധികം ഒഴിച്ചിട്ടില്ല, സ്വല്പം ഒഴിച്ചിട്ടുള്ളേ. അതിലേക്ക് ഈ ഉള്ളിയും ക്യാപ്സിക്കം ഇട്ട് ഒന്ന് വഴറ്റുക. ഇതൊന്നും ഒത്തിരി വഴണ്ടും വെന്തും പോകണ്ട, കാരണം ക്യാപ്സിക്കം ഒക്കെ ആ ഒരു നമുക്ക് കടിക്കാൻ കിട്ടുന്നതാണല്ലോ ടേസ്റ്റ്. അപ്പോൾ അതിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ ചിക്കനും അതിനകത്തേക്ക് ഇട്ട് ഇതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ ചിക്കൻ അതിലേക്ക് ഇടുക. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നാരങ്ങാനീരും ചേർക്കുക. വെള്ള എള്ളില്ലേ, വൈറ്റ് കളർ എള്ള്, അതുണ്ടെങ്കിൽ അതും കൂടെ ഏറ്റവും ലാസ്റ്റിൽ ഈ സാലഡിൻ്റെ പുറത്തോട്ട് ഇട്ടിട്ട് എടുത്ത് കഴിച്ചാൽ മതി. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ മുളക് പൊടി ഒന്നും ഇടാത്തതുകൊണ്ട് നമ്മുടെ ഈ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കുമ്പോൾ നമ്മുടെ ലെമൺ ചിക്കൻ ഇല്ലേ, ലെമൺ ചിക്കൻ്റെ ഒരു ടേസ്റ്റാണ്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. കാരണം നമുക്ക് വേറെ അധികം വലിയ എണ്ണയും കാര്യങ്ങളും ഒന്നും വരില്ലല്ലോ ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലതായിട്ട് ഫില്ലാവുകയും ചെയ്യും. മക്കൾ കഴിക്കുന്ന ഇത് അവർ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുവേ. ഞാൻ പക്ഷേ ഇത് മാത്രമേ കഴിക്കുള്ളൂ, സാലഡ് മാത്രമേ കഴിക്കുകയുള്ളൂ. കാരണം ജിമ്മിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഞാനങ്ങനെ രാത്രി പൊതുവേ അങ്ങനെ ചോറോ അങ്ങനത്തെ ചപ്പാത്തി അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല. ഒന്നിൽ ഇത് കഴിക്കും, ഇപ്പോൾ ഇതില്ലെങ്കിൽ മുട്ട ഓംലെറ്റോ അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വേഗം റെഡി ആവുകയും ചെയ്യും. അപ്പോൾ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ നാരങ്ങാനീരും പിഴിഞ്ഞ് വെള്ള എള്ളൂടിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിച്ചാൽ മതി. അപ്പോൾ അടിപൊളിയാണത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുകൊണ്ട് ജിമ്മിൽ പോകാത്തവരെല്ലാം ജിമ്മിൽ പോയി നോക്കിയോ. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഓർത്ത് വെച്ചോ കേട്ടോ. നോബഡി വിൽ ജഡ്ജ് യു. അപ്പം നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ വേറെ കുറേ വിശേഷങ്ങളും വർത്തമാനങ്ങളുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ, ലവ് യു. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes.